രാജ്യത്തെ ഞെട്ടിച്ച വൻ വോട്ട് കൊള്ളയുടെ ചരിത്രം, സമാനതകളില്ലാത്ത വോട്ട് മോഷണം. അത് കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ രാജ്യത്തിന് മുമ്പിൽ സമർപ്പിച്ചു. എങ്ങനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2024 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത് എന്നത് വ്യക്തമാക്കുന്ന ആരോപണങ്ങളാണ് അദ്ദേഹം അന്ന് ഉന്നയിച്ചത്. അതിനുശേഷം ഇന്നലെ ഡൽഹിയില് പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ട MP-മാര് ഏതാണ്ട് 300ഓളം പേര് ഒരു അതിശക്തമായ പ്രതിഷേധ പ്രകടനം നടത്തി. അവർ ഉന്നയിച്ച കാര്യങ്ങൾ: ഒരാൾക്ക് ഓരോ വോട്ട്, രാഹുൽ ഗാന്ധി ഇരട്ട വോട്ടിന്റെ ഒക്കെ അഴിമതികളാണ് തെളിവുകൾ സഹിതം പുറത്തേക്ക് കൊണ്ടുവന്നത്. അതുപോലെ ഒരു അഡ്രസ്സില് വലിയ തോതിൽ 80 അതിലേറെ ആളുകളെയൊക്കെ രജിസ്റ്റർ ചെയ്തിരുന്ന കഥകൾ, അതൊക്കെയാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ഒരു വോട്ട് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആവശ്യമല്ല, അതാണ് അതിന്റെ ശരി, അതാണ് ഭരണഘടന പ്രകാരം ശരിയായ കാര്യം, അത് കൃത്യമായിട്ട് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതുപോലെ ബീഹാറിൽ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് SIR, അവിടുത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് അർഹരായ ആളുകളെ ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ 52 ലക്ഷം പേര് ഇതിനകം ഒഴിവാക്കിയെന്നാണ് പറയുന്നത്. അത് അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ ഈ പ്രതിപക്ഷ MP-മാര് പ്രകടനം നടത്തിയത്. അവരെ തടഞ്ഞു, അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് എത്താൻ സാധിച്ചില്ല. അതൊക്കെ ശരിയാണ്. പക്ഷേ രാജ്യത്തിന്റെ ശക്തമായ പ്രതിഷേധം, അതായത് എന്താണ് ഇതേപ്പറ്റി രാജ്യം ചിന്തിക്കുന്നത്, രാജ്യത്തിന്റെ വികാരം എന്താണ്, അതാണ് ഇന്നലെ അവിടെ ഈ MP-മാരുടെ 300ഓളം MP-മാരുടെ ഈ സംയുക്ത പ്രകടനത്തിൽ എല്ലാ പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് ഉള്ളവരും അതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അവിടെ പ്രതിഫലിച്ചത്. അതായിരുന്നു നമ്മളിപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിന്റെയൊക്കെ ഒരു ആത്യന്തിക ഫലം എന്ന് പറയുന്നത് കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ അനിഷേധ്യ നേതാവായി അല്ലെങ്കിൽ എതിരറ്റ നേതാവായി ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു സാധാരണ പ്രതിപക്ഷ നേതാവല്ല. ഭരണപക്ഷത്തിനെതിരായിട്ട് പാർലമെന്റില് നിയമസഭയിലൊക്കെ പ്രസംഗിക്കുക, പുറത്ത് സംസാരിക്കുക, അവർക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നതിനപ്പുറത്ത് മോദി പോലൊരു പ്രധാനമന്ത്രി നയിക്കുന്ന സർക്കാരിനെ വിറപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ മാറിയിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന തെളിവുകൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തിയ വസ്തുതകൾ, അതൊക്കെ ഈ സർക്കാരിന്റെ അടിവാരം പിടിച്ചു കൊടുക്കാൻ പോകുന്നതാ. അല്ല, ചെറിയ കാര്യങ്ങളൊന്നുമല്ല. അദ്ദേഹം എന്താണ് ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞത്? വെല്ലുവിളിയുടെ സ്വരത്തിൽ. അത് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നു, ഇന്നലെയും ആവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് 2 കാര്യങ്ങൾ തന്നാൽ മതി. ഒന്ന്, ഈ വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ രൂപം, ഇലക്ട്രോണിക് രൂപം, അതുപോലെ തന്നെ അന്നത്തെ വിഷ്വൽസ്, CCTV ദൃശ്യങ്ങൾ. ഈ ഇലക്ട്രോണിക് വോട്ടർ പട്ടിക തന്നു കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി 56 ഇഞ്ച് എങ്ങനെയാണ് വീണ്ടും പ്രധാനമന്ത്രി ആയത് എന്ന് തെളിയിക്കാം. അദ്ദേഹം വെല്ലുവിളിക്കുക. അതാ പറഞ്ഞത്, ഈ മുന്നണിയുടെ NDAയുടെ സർക്കാരിന്റെ അടിത്തറയെ പിടിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പുറത്തേക്ക് കൊണ്ടുവന്നതെന്ന്. 2024 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തെ നയിച്ചത് രാഹുൽ ഗാന്ധിയാ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. ചിലർക്കൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിലും രാഹുലായിരുന്നു നേതാവ്. പക്ഷെ രാഹുലിന് ഇന്ത്യ സഖ്യത്തെ അധികാരത്തിലെത്തിക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് ചില ഘടക കക്ഷികള് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് നേരെ മുഖം തിരിച്ചത്. അത് പ്രധാനമായിട്ടും പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന്റെ ആരംഭം മുതൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു നേതാവാ. നിങ്ങൾ ഓർക്കണം, പഴയ കഥയൊന്നുമല്ല. ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയതിന്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ചവരിൽ ഒരാള് ബീഹാറിലെ നിതീഷ് കുമാർ ആയിരുന്നു. ഇവിടെ BJPയുടെ കൂടെ, അവരുടെ കൂടെയാണ് ഇപ്പോൾ ആ മുന്നണിയിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവരൊന്നിച്ച് മത്സരിക്കാൻ പോവുക. ആ നിതീഷ് കുമാറിനെ ഇന്ത്യ സഖ്യത്തിന്റെ കൺവീനർ ആക്കണം എന്നൊരാവശ്യം. അത് കോൺഗ്രസ് തയ്യാറായിരുന്നു, കോൺഗ്രസ് അംഗീകരിച്ചതാ. പക്ഷെ അത് അംഗീകരിക്കാൻ മടിച്ചത് മമതാ ബാനർജി ആയിരുന്നു. അന്ന് അവർ ആ ഒരു തീരുമാനത്തെ പിന്താങ്ങിയിരുന്നുവെങ്കിൽ, നിതീഷ് കുമാർ ഇതിന്റെ കൺവീനറായി വന്നിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിന്റെ ഫലം മറ്റൊന്നാകുമായിരുന്നു. ഞാൻ പറഞ്ഞത്, ആ മമതാ ബാനർജി ആദ്യം മുതൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ 100% അംഗീകരിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഒമർ അബ്ദുള്ള ജമ്മു കാശ്മീരിൽ കോൺഗ്രസുമായിട്ട് സഹകരിച്ചാ മത്സരിച്ചത്. ഒറ്റയ്ക്കല്ല, മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോ അവിടെ ഒറ്റയ്ക്ക് ഒരു മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞപ്പോ അദ്ദേഹം കാല് മാറി. ഒമർ അബ്ദുള്ളേ കാല് മാറിയിട്ട്
അദ്ദേഹത്തിൻ്റെതായ ഒരു മന്ത്രിസഭ ഉണ്ടാക്കി. അത് മാത്രമല്ല, അധികാരത്തിലേറിയതിന്റെ പിറ്റേന്ന് മുതൽ BJP-യുമായി മോദിയുമായി ചങ്ങാത്തത്തിലാവുകയും ചെയ്തു. പിന്നീട് അവരവരുടേതായ സാമ്രാജ്യങ്ങളില് ബീഹാർ, UP പോലുള്ള സംസ്ഥാനങ്ങളില് ഛത്രപതിമാരായി വാഴുന്ന ചില നേതാക്കള്, നമുക്കറിയാം UP-യിലെ സമാജ്വാദി പാർട്ടിയുടെ നേതാവായ അഖിലേഷ് യാദവ്, അതുപോലെ RJD, ബീഹാറിലെ RJD നേതാവ്, ഇവരൊക്കെ അവരുടേതായ താല്പര്യങ്ങളില് അവരുടേതായ ചില നിലപാടുകളില് ഉറച്ചു നിന്നു. അവരാരും രാഹുൽ ഗാന്ധി അംഗീകരിച്ചില്ല എന്നല്ല, പക്ഷേ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ മുന്നണിയുടെ നേതാവ് എന്ന് വേണ്ട രീതിയിൽ അവർ അംഗീകരിച്ചിരുന്നില്ല. പക്ഷെ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ, MK സ്റ്റാലിൻ, അദ്ദേഹം യാഥാർത്ഥ്യ ബോധമുള്ള ഒരാളായിരുന്നു. തമിഴ്നാടിന് പുറത്ത് DMK-ക്ക് എന്തെങ്കിലും സ്വാധീനമുണ്ടെന്നൊന്നും അദ്ദേഹം വെറുതെ അവകാശം പറഞ്ഞില്ല, ഊറ്റം കൊണ്ടില്ല. പരിമിതികളെ കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു. ദേശീയ തലത്തിൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുള്ള പ്രാധാന്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു നേതാവിന്റെ കീഴിൽ ഒന്നിച്ചു നിൽക്കുന്ന ശക്തമായ ഒരു മുന്നണിയാണ് ഇന്ത്യ സഖ്യം എന്ന് ഇന്ത്യയെ ബോധ്യപ്പെടുത്തുന്നതിൽ അവര് വിജയിച്ചിരുന്നില്ല, പരാജയപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ 2024 തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് മോഡി വീണ്ടും അധികാരത്തിൽ വന്നു? അല്ലെങ്കിൽ പ്രതീക്ഷിച്ച നേട്ടം എന്തുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചില്ല? അതിനുള്ള ഉത്തരം രാഹുൽ ഗാന്ധി തന്നെ ഇന്ത്യയുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതേ സമാനതകളില്ലാത്ത വോട്ട് മോഷണം കൊണ്ടാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അതുവഴി അട്ടിമറിച്ചത് കൊണ്ടാണ് എന്ന് ഇപ്പോൾ തെളിവുകൾ സഹിതം, ചോദ്യം ചെയ്യാൻ പറ്റാത്ത തെളിവുകൾ സഹിതം ഇപ്പോൾ രാഹുൽ ഗാന്ധി ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുക. ഈ രീതി തുടർന്നാൽ എന്തായിരിക്കും അനുഭവമെന്ന് ഇത് പ്രതിപക്ഷ നേതാക്കൾ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവരവരുടെ രാഷ്ട്രീയമായ നിലനിൽപ്പ് അവസാനിക്കുകയാണ്, അല്ലെങ്കിൽ അപകടത്തിലാവുകയാണ്. മുന്നോട്ടൊരു ഇഞ്ച് പോലും പോകാനാവാത്ത തരത്തിൽ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ഫുൾ സ്റ്റോപ്പ് വീഴാൻ പോവുകയാണ്. അതിനേക്കാളുപരി നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന, നിലനിൽക്കണമെന്ന്, എന്നും നിലനിൽക്കണമെന്ന്, കൽപ്പാന്തകാലത്തോളം ശക്തമായി നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ജനാധിപത്യം അതില്ലാതാവുകയാണ്. തെരഞ്ഞെടുപ്പുകൾ നടക്കും, പക്ഷെ തെരഞ്ഞെടുപ്പുകളൊക്കെ ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോൾ തന്നെ മോദിയുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഏകാധിപത്യ ഭരണകൂടമാണ്. അത് വീണ്ടും അങ്ങനെ തന്നെ തുടരും. തെരഞ്ഞെടുക്കപ്പെട്ട അതിന്റെ ഏറ്റവും മോശമായ തരത്തിലുള്ള ഏകാധിപത്യമായിട്ട് അത് മാറും. അതാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട എന്ന് പറയുമ്പോൾ ശരിയായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടതല്ല, വ്യാജമായ വഴികളിലൂടെ, മാനിപ്പുലേഷൻസിലൂടെ, വോട്ടർ പട്ടിക റിഗ് ചെയ്തുകൊണ്ട്, തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിച്ചുകൊണ്ട് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഓട്ടോക്രാറ്റിക് ഏകാധിപത്യ സർക്കാരായിട്ട്, ഭരണകൂടമായിട്ട് ഭാവിയിൽ BJP-യുടെ ഗവൺമെന്റുകൾ മാറും. ഈ ഒരു അപകടം ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ മനസ്സിലാക്കി എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് യാഥാർത്ഥ്യബോധത്തോടുകൂടി രാഹുൽ ഗാന്ധിയുടെ ഒപ്പം, അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുന്നതിന് ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ, ജനാധിപത്യ വിരുദ്ധ സർക്കാരിനെതിരെ. ഞാനെന്താണ് പറയുന്നത്? അവർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ നോക്കുകയാണ് ഇത്തരത്തിലുള്ള വ്യാജ വോട്ടർ പട്ടികയിലൂടെ. അതിന് ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിൽക്കുകയാണ്. അവർക്കെതിരെ ഒന്നിച്ചു പെടുത്തണമെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാൻ ഇന്ന് രാഹുൽ ഗാന്ധിക്കാണ് സാധിക്കുക എന്നുള്ളൊരു ബോധ്യം ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്ക് ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലത്തെ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ നമ്മളൊക്കെ കണ്ടല്ലോ, ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അഖിലേഷ് യാദവിനെ പോലൊരു നേതാവ് പോലീസ് ഉണ്ടാക്കിയ ബാരിക്കേഡ് മറികടന്നു എന്ന് പറയുമ്പോൾ അത് ചാടിക്കടന്ന് അവിടെ കൊത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന രംഗങ്ങള് നമ്മൾ കാണുകയാ. അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ MP-മാര്, അതിൽ ചില വനിതാ MP-മാര്, അവർക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഒട്ടും വീര്യം ചോർന്നു പോകാത്ത രീതിയിൽ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഇടതുപക്ഷ കക്ഷികളിൽപ്പെട്ട MP-മാര് ഒപ്പത്തിനൊപ്പം നിന്ന് പ്രതിഷേധിക്കുന്നത് കാണുന്നു. ഔപചാരികമായിട്ട് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിട്ടുപോയ ആം ആദ്മി പാർട്ടി, അവരുടെ MP-മാര് ഈ പ്രകടനത്തിൽ പങ്കെടുത്തു. അത് കെജ്രിവാളിന്റെ അറിവോടെയാണോ അല്ലെങ്കിൽ കെജ്രിവാളിനോട് ചോദിക്കാതെയാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. ഇപ്പോഴും അതിന്റെ വിശദാംശങ്ങൾ കിട്ടിയിട്ടില്ല. ഈ ആം ആദ്മി പാർട്ടിയിൽപ്പെട്ടവർ പോലും ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. അവിടെ നിങ്ങൾ രാഹുൽ ഗാന്ധിയെ ശ്രദ്ധിച്ചോ? അവിടെയും ഒരു ശരിയായ നേതാവിന്റെ എല്ലാ ക്വാളിറ്റീസും അദ്ദേഹം അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അദ്ദേഹമാണ് നയിച്ചത്. ബാനർ റൂമില് അദ്ദേഹമാണ് ഈ പ്രകടനം നയിച്ചത്. പുതിയ പാർലമെന്റിലെ മഗർദ്വാർ എന്ന് പറയുന്ന ഗേറ്റിൽ നിന്ന് മുന്നോട്ടുള്ള ഈ പ്രകടനം നയിച്ചത് അദ്ദേഹമായിരുന്നു. പ്രകടനത്തിനിടെ തൃണമൂൽ കോൺഗ്രസിലെ മിതാലി ബാഗ്, മഹുവ മൊയ്ത്ര എന്നിവരൊക്കെ
ശാരീരിക ആസ്വാസ്ഥ്യം കൊണ്ടൊന്ന് വീണുപോയി. അപ്പൊ അവിടെയൊക്കെ അവരെ ഓടിയെത്തി താങ്ങിയെടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. മിതാലി ബാഗിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നിൽക്കുന്ന ചിത്രം ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ഉണ്ട്. അതുപോലെ മഹുവ മൈത്രക്ക് നിർജ്ജലീകരണത്തിനുള്ള ചികിത്സ, ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടിടത്ത് അവിടെയും ഉണ്ട് രാഹുൽ ഗാന്ധി. ഒപ്പം നിൽക്കുന്ന ഓരോരുത്തരുടെയും പ്രശ്നങ്ങളില് അവരുടെ ക്ഷീണ സമയത്തൊക്കെ ഒരു ശരിയായ നേതാവിനെ പോലെ രാഹുൽ ഗാന്ധി എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇനി നടക്കാൻ പോകുന്നത് ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും സംരക്ഷണത്തിനു വേണ്ടിയുള്ള ഒരു വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമായിരിക്കുമെന്ന് പ്രതിപക്ഷ കക്ഷികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പാർലമെന്റിൽ ഇപ്പോൾ അതിന്റെ അലയൊലികൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നീട് ബീഹാറിലേക്ക് രംഗം മാറുകയാണ്. 2 ആഴ്ചക്കാലം അവിടെ രാഹുൽ ഗാന്ധി സംസ്ഥാനം മുഴുവൻ സഞ്ചരിക്കാൻ പോവുകയാണ്. അവിടുത്തെ ഈ വോട്ടർ പട്ടികയുടെ പരിഷ്കരണത്തിന് എതിരായിരിക്കും ഈ യാത്ര. ഈ യാത്രയില് വ്യത്യസ്ത ദിവസങ്ങളില് ഇന്ത്യയിലെ പ്രമുഖ നേതാക്കളെ പങ്കെടുപ്പിക്കാനാണ് ഇന്ത്യ സഖ്യം ആലോചിക്കുന്നത്. അപ്പൊ ഇതൊരു പോരാട്ടമാണ്. പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. വേണമെങ്കിൽ അതിനെ ഒരു 2ാം സ്വാതന്ത്ര്യ സമരമായിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതിൽ ഒന്നിച്ചു നിൽക്കണം. അതിന് നേതൃത്വം കൊടുക്കാൻ പറ്റിയത് രാഹുൽ ഗാന്ധിയാണ് എന്ന ബോധ്യം, അതാണ് ഈ ദിവസങ്ങളില് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. BJPയുടെ മടയിൽ കയറിയുള്ള ഒരു ആക്രമണമാണ് രാഹുൽ ഗാന്ധി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അവരുടെ തന്ത്രങ്ങൾ, അവരുടെ വഴികളിലൂടെ ഈ കഴിഞ്ഞ കാലത്തൊക്കെ ഈ രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ബിഗ് ഡേറ്റ ഇതുപോലെ ഉപയോഗിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി, അതിന്റെ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടി BJP അല്ലാതെ മറ്റൊന്നുമില്ല. അതേ തന്ത്രമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രയോഗിക്കുന്നത്. രാജ്യത്തെ 97.97 കോടി വോട്ടർമാരെ കുറിച്ചുള്ള ഡേറ്റാസ് അത് മുഴുവൻ BJPയുടെ പക്കലുണ്ട്. അത് എവിടെ നിന്ന് ലഭിച്ചു എന്നൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. ഓരോ ബൂത്തിലും ഓരോ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ഓരോ പാർട്ടിക്ക് അല്ലെങ്കിൽ ഓരോ മുന്നണിക്ക് എത്ര വോട്ടുകൾ വീണു അത് കൃത്യമായിട്ടറിയാം. അതുപോലെ ജാതി അടിസ്ഥാനത്തിലുള്ള വോട്ടർമാരെ സംബന്ധിച്ച ഡേറ്റാസ്, ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കാലങ്ങളിൽ BJP പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അതേ തന്ത്രം ഉപയോഗിച്ച് BJPയെ നേരിടാനാണ് രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി അദ്ദേഹം കർണാടകയിലെ വോട്ടർ പട്ടിക സംബന്ധിച്ച് പരാതികൾ അവതരിപ്പിച്ചതുപോലെ ഹരിയാന അടുത്ത ഒരു ഘട്ടത്തിൽ അതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുമെന്നും മനസ്സിലാകുന്നുണ്ട്. സത്യത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ കേന്ദ്ര സർക്കാരും മിണ്ടാട്ടം മുട്ടി നിൽക്കുകയാണ്. അവർക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ശകുൻറാണി എന്ന സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു നോട്ടീസ് അയച്ചു എന്നല്ലാതെ വേറൊന്നും ഇലക്ഷൻ കമ്മീഷൻ പറയാനില്ല. ഇടയ്ക്കിടയ്ക്ക് ചില ഭീഷണികളൊക്കെ മുഴക്കുന്നുണ്ട് കേട്ടോ. അതിനൊരു കുറവും വരുത്തുന്നില്ല. അങ്ങനെ ചെയ്ത് കളി, ഇങ്ങനെ ചെയ്ത് കളി, മൂക്കിലിടും, ജയിലിലിടും, അറസ്റ്റ് ചെയ്യും, മാപ്പ് പറയണം, അങ്ങനെയൊക്കെ ചില വിരട്ടലുകൾ അത് ഈ കമ്മീഷന്റെ ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ ഔപചാരികമായിട്ടല്ലെങ്കിലും അനൗപചാരിക വിരട്ടലുകൾ നടക്കുന്നുണ്ട്. അത് ശരിയാണ്. അതല്ലാതെ ഇലക്ഷൻ കമ്മീഷനോ ഗവൺമെന്റ് ഒന്നും പറയാനില്ല. ശകുൻറാണിയുടെ കാര്യം നോക്കുക. രാഹുൽ ഗാന്ധി പറഞ്ഞ എന്താ? അവർക്ക് 2 വോട്ടുണ്ട്, അത് രണ്ടും ചെയ്തിരിക്കുന്നു. ശകുൻറാണി തന്നെയാണോ ചെയ്തതെന്ന് ഉറപ്പില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹം ബാധിക്കുന്നില്ല. പക്ഷെ 2 വോട്ടുണ്ടായിരുന്നു, രണ്ടും ചെയ്തിരിക്കുന്നു. എന്താ സംശയം? പിന്നെ ശകുൻറാണിയുടെ മൊഴി നമ്മൾ നോക്കി. ഈ 2 വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് അതിലൊന്ന് കള്ളവോട്ടാ, അത് കുറ്റകരമാ, അത് പിടിച്ചാൽ അകത്ത് പോകും. അപ്പൊ നിങ്ങളോട് ചോദിക്കുക, 2024 മെയിലോ മറ്റോ നടന്ന തെരഞ്ഞെടുപ്പ് പോളിംഗാ, അന്ന് നിങ്ങൾ 2 വോട്ട് ചെയ്തിരുന്നോ എന്ന് ചോദിച്ചാല് അയ്യോ ഞാൻ ആ തെറ്റ് ചെയ്തിരുന്നേ, ഞാൻ അങ്ങനെ 2 വോട്ട് ചെയ്തിരുന്നേ, ഒരെണ്ണം കള്ളവോട്ടായിരുന്നേ എന്നാരെങ്കിലും സമ്മതിക്കുമോ? ചോദിച്ചാൽ അപ്പടി നിഷേധിക്കുക എന്നുള്ളതല്ലാതെ ആരെങ്കിലും ഒന്ന് സമ്മതിച്ചു കൊടുക്കുമോ ഞാൻ 2 വോട്ട് ചെയ്തെന്ന്? അപ്പോൾ ആ ഒരു മൊഴിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വിശദീകരണം ചോദിക്കൽ കത്തുമായിട്ട് വന്നിരിക്കുക. സത്യം പറഞ്ഞാൽ തട്ടുകടയിലെ പഴംപൊരി പൊതിഞ്ഞു കൊടുക്കുന്ന കടലാസിന്റെ പ്രാധാന്യം പോലും പ്രതിപക്ഷം ആ കത്തിന് നൽകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ശകുൻറാണിയെ, അവരാണല്ലോ കഥാപാത്രം, അവരെ ടൈംസ് നൗ എന്ന് പറയുന്ന ഒരു ചാനല് കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ ചെയ്യുന്നതുകൊണ്ട് അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താണ് പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അവർ പറഞ്ഞു ഞാൻ കർണാടകയിൽ വോട്ട് ചെയ്തു, UP വോട്ട് ചെയ്തു, കോൺപൂരിൽ വോട്ട് ചെയ്തു, ഇതൊന്നും പറഞ്ഞിട്ട് പഞ്ചാബിൽ ഭട്ടിൻഡയിൽ വോട്ട് ചെയ്തു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ആ കഥാപാത്രത്തിന്റെ മൊഴിയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ദൈവവചനമായിട്ട് മാറിയിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു വിശദീകരണം കൊടുക്കണമല്ലോ, ജനങ്ങളെ ബോധ്യപ്പെടുത്തണമല്ലോ. അവരിപ്പോൾ വിശ്വസിച്ചിരിക്കുന്നത്, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നത് 2024 തെരഞ്ഞെടുപ്പിൽ വലിയ റിഗിങ് അല്ലെങ്കിൽ വലിയ അട്ടിമറി വോട്ട് മോഷണം നടന്നു എന്ന് തന്നെയാണ്.
അവരെ ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും പറയണ്ടേ? പറയാൻ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലോ അല്ലെങ്കിൽ BJP സർക്കാരിന്റെ കയ്യിലോ ഒന്നുമില്ല. അപ്പൊ കോൺഗ്രസിൽ നിന്ന് ഒരു കുലംകുത്തിയെ കണ്ടെത്തിയിരിക്കുക. കർണാടകയിലെ ഒരു മന്ത്രിയായിരുന്ന KN രാജണ്ണ, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന അങ്ങ് നടത്തി. അതായത് മോദി അധികാരത്തിൽ വന്നത് ഇത്തരത്തിൽ കൃത്രിമങ്ങൾ കാണിച്ചിട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇത് നമ്മുടെ സർക്കാർ കർണാടകയിലുള്ള സമയത്താണല്ലോ ഈ വോട്ടർ പട്ടിക ഉണ്ടായത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണ്ടായിരുന്നു? ഇത്തരത്തിലുള്ള അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പരിഹരിക്കാൻ, അത് ചൂണ്ടിക്കാണിക്കാനും അത് പരിഹരിക്കാനുമുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും നടത്തേണ്ടതായിരുന്നില്ലേ? അന്നൊന്നും മിണ്ടാതിരുന്നിട്ട് ഇപ്പൊ വെറുതെ ഇങ്ങനെ ആക്ഷേപം പറഞ്ഞിട്ട് എന്താണ് കാരണം? അതായിരുന്നു നമ്മുടെ അണ്ണന്റെ രാജണ്ണന്റെ ഒരു പ്രസ്താവന. ആ പ്രസ്താവന വന്നപ്പോ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞു ഒരു കടലാസ് എഴുതി വെച്ചിട്ട് മന്ത്രിസഭയിൽ നിന്ന് പൊക്കോളാൻ പറഞ്ഞു. അദ്ദേഹം അത് അനുസരിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ വരുന്ന ഒരു കാര്യം, അദ്ദേഹം എന്താ പറഞ്ഞത്? വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന കാര്യത്തിൽ ഏത് സംസ്ഥാന ഗവൺമെന്റിനാണ് ഇടപെടാൻ പറ്റുക? അത് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനുണ്ട്, ഓരോ സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ കമ്മീഷനുണ്ട്, അവരുടെ ചുമതലയാണ്. അതിൽ ഗവൺമെന്റിന്, പാർട്ടികൾക്ക് ഇടപെടാം. എന്തെങ്കിലും അനോമലീസ് ഉണ്ടെങ്കിൽ പരിഹരിക്കണം എന്ന് പറയാം, പരാതികൾ കൊടുക്കാം, അത് പരിഹരിക്കാൻ മാർഗങ്ങൾ തേടാം. അതല്ലാതെ ഗവൺമെന്റിന് ഇതിനകത്ത് എങ്ങനെ ഇടപെടാൻ പറ്റുക? കോൺഗ്രസിനോട് വീഴ്ച പറ്റിയിട്ടുണ്ടാവും, അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്, അന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ വോട്ടർ പട്ടിക ഉണ്ടായത്, തയ്യാറാക്കിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ ഇതൊക്കെ വളരെ കൃത്യമായി തന്ത്രങ്ങളൊക്കെ സ്വന്തം നിലയിൽ എന്തെങ്കിലും വിശദീകരണം പറയാൻ അല്ലെങ്കിൽ ന്യായം പറയാൻ അല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒന്നും കയ്യിലില്ലാതിരിക്കെ എതിർപാളയത്തിൽ നിന്ന് ഒരാളെ കണ്ടെത്തുക, അതൊക്കെ BJPക്ക് വളരെ നിഷ്പ്രയാസം നടത്താൻ പറ്റുന്ന കാര്യങ്ങളാ. അതിന് പറ്റിയൊരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കർണാടകയിലുണ്ട്. അവിടെ സിദ്ധാരാമയ്യ മുഖ്യമന്ത്രിയും DK ശിവകുമാറും തമ്മിൽ അധികാരപ്പോര് നടന്നുകൊണ്ടിരിക്കുക. സിദ്ധാരാമയ്യെ മാറ്റിയിട്ട് ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള വലിയ ആവശ്യം അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ രാജണ്ണ എന്ന് പറയുന്ന മന്ത്രി സിദ്ധാരാമയ്യയുടെ ഏറ്റവും അടുത്ത ആളാണ്. അപ്പൊ PCC പ്രസിഡന്റാണ് ശിവകുമാർ. അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ പത്രിക പുതുക്കുന്ന ജോലി നടന്നത്. അപ്പൊ കർണാടക PCC പ്രസിഡന്റ് എന്ന നിലയിൽ ശിവകുമാർ വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ല, അദ്ദേഹത്തിന് പരാജയം സംഭവിച്ചു എന്ന് വരുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ രാജണ്ണ നടത്തിയത്. അതിന്റെ പിന്നിൽ ആരായിരുന്നുവെന്ന് ഈ കുത്തിരിച്ചോറുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനിയെങ്കിലും നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് ഈ നിശബ്ദത ഒന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. എന്താണ് വാസ്തവത്തിൽ നടന്നത് എന്ന് പറയാൻ അവര് തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഈ മമുഞ്ഞി ബാബ കളി ഏറെക്കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നവരെ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണുള്ളത്. നിങ്ങൾ BJPയുടെ ഒരു പോഷക സംഘടന അല്ല, അല്ലെങ്കിൽ NDAയുടെ ഒരു ഘടകകക്ഷിയല്ല. നിങ്ങളൊരു സ്വതന്ത്ര സംവിധാനമാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ സംവിധാനമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ കേടുകൂടാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവണം. ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. സാറേ, ഇതൊക്കെ ഈ പദവിയൊക്കെ ഉണ്ടല്ലോ, എത്ര വർഷത്തേക്കാ? പക്ഷെ നിങ്ങൾ ഈ പദവിയിലിരിക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ധീരമായ ഒരു നിലപാട് എടുക്കുകയാണെങ്കിൽ ചരിത്രമുള്ളിടത്തോളം കാലം നിങ്ങളുടെ പേര് സ്മരിക്കപ്പെടും. അല്ലെങ്കിലോ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് സംബന്ധിച്ച ഒരു സ്മരണ ഉണ്ടാവണം.